പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കിലും മറ്റും ഫോട്ടോ കമൻറ്റുകൾ നിങ്ങൾ കണ്ടിരിക്കും. അതുപോലെ ഒരു ഫോട്ടോയിൽ മലയാളം അക്ഷരങ്ങൾ ചേർത്ത് അത് ഇമേജായി സേവ് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂട്ടുകാർക്കും മറ്റും കമൻ്റ് ഇടാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ വിവരണത്തിനോടൊപ്പം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുക കുറേ അധികം സിനിമയിലെ ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അതിനാവശ്യമായ മലയാളം ലെറ്ററുകൾ ഇവിടെ കൊടുക്കാം. ഇതല്ലെങ്കിൽ ഇതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്തും കമൻറ്റുകൾ കൊടുക്കാം. അതിനിവിടെ ഈ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതുപോലെ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അഥവാ നിങ്ങൾ ഈ ആപ്ലിക്കേഷനുള്ള ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ബാക്കിയുള്ള ഓപ്ഷനുകൾ കാണുക ഇതുപോലെ ആയിരിക്കും. ഇവിടെ ഇൻസെർട്ട് ടോപ്പ് ടെക്സ്റ്റ് ഹിയർ എന്ന് കാണും. ഇവിടെ നിങ്ങൾക്ക് ഒരു വാക്ക് മലയാളത്തിലുള്ളത് ടൈപ്പ് ചെയ്യാം. അതിന് നിങ്ങൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി. നോക്കുക, ഇതുപോലെ ടൈപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാനും സാധിക്കും. ഇനി അതിൻ്റെ ആ ഫോണ്ടിൻ്റെ വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള മൈനസ് ബട്ടണും. ഇതുകൂടാതെ നിങ്ങൾക്ക് തൊട്ട് താഴെയും ഈ ചിത്രത്തിന് താഴെ അതായത് 2 കമൻറ്റുകൾ വരെയും ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കും. നോക്കുക, ഇതുപോലെ 2 ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഒരു ചിത്രത്തിൽ ചേർക്കാം. തുടർന്ന് ഇവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചിത്രത്തിലെ ടെക്സ്റ്റുകളിൽ മാറ്റം വേണമെങ്കിൽ വരുത്താം. അവിടെ സെറ്റിംഗ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇവിടെ ഫോണ്ട് ഉണ്ട്. ഫോണ്ട് എന്നതിൽ 2-3 ഫോണ്ടുകൾ ഉണ്ട്. ഫോണ്ടിനനുസരിച്ച് ഒരു ചെറിയ മാറ്റം വരും ഫോണ്ട് പോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ മലയാളമായതുകൊണ്ട് വലിയ കാര്യമായ മാറ്റം നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ആൻഡ്രോയിഡ് ഫോണിൽ കുറച്ച് മലയാളം ഫോണ്ടുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇതുപോലെ ഫോണ്ടിൻ്റെ കളർ മാറ്റാം. ഇവിടെ ഫോണ്ട് കളർ എന്നത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. നോക്കുക, ഇതുകൂടാതെ മറ്റധികം സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബോർഡർ ചേർക്കാം. ടെക്സ്റ്റിന് ഷാഡോ ചേർക്കാം. ഇതുപോലെ ഓരോന്ന് ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങൾക്ക് ഓരോ ബോർഡറിൻ്റെയും ബാറിൻ്റെ കളർ മാറ്റാൻ സാധിക്കുന്നു. നോക്കുക, അവിടെ മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ചേർക്കാം. നിങ്ങളുടെ ചിത്രം മറ്റൊരാൾ അടിച്ചു മാറ്റാതിരിക്കാൻ ആ ചിത്രത്തിൽ ഒരു വാട്ടർമാർക്ക് ചേർക്കാം. ഇവിടെ വാട്ടർമാർക്ക് എന്നുള്ള ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. തുടർന്ന് വാട്ടർമാർക്ക് നെയിം ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. വാട്ടർമാർക്കിൻ്റെ സൈസും ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കുക, ഇതാണ് വാട്ടർമാർക്ക്. ഇതുപോലെ ബോർഡറുകൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. ഈ 2 നീല ഭാഗമാണ് ബോർഡർ. ബോർഡറിൻ്റെ സെറ്റിങ്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. നോക്കുക, ഇവിടെ ബോർഡർ ബാറിൻ്റെ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്മാൾ, മീഡിയം, ലാർജ് എന്നൊക്കെ ഉണ്ട്. ബാറിൻ്റെ കളർ ആണ് ഇവിടെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. നോക്കുക, ഇതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം മലയാളം ലെറ്ററുകൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഒരു ചിത്രത്തിൽ നൽകിയതിന് ശേഷം തുടർന്ന് ഇവിടെ സേവ് കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുക്കുക സേവ് കൊടുക്കുമ്പോൾ. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ഇതിനൊരു പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി ഗാലറിയിൽ നിന്നും നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കാരണം ഗാലറിയിലേക്ക് അത് സേവ് ചെയ്തിട്ടുണ്ടാവും. നോക്കുക, ഗാലറിയിൽ നിങ്ങളുടെ ആ ചിത്രം സേവ് ആയി കിടക്കുന്നു. ഇവിടെ നിന്നും നിങ്ങൾക്കിത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ മറ്റോ ചെയ്യാവുന്നതാണ്. അതുപോലെ കൂട്ടുകാർക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഏതൊരു ചിത്രത്തിലും നിങ്ങൾക്ക് ആവശ്യമായ മലയാളം അക്ഷരങ്ങൾ കളർഫുള്ളായി കൊടുത്ത് സേവ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഉപകരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ അപേക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം രതീഷ് ശർമ്മ.